പിണറായിയെ ക്രൂശിക്കരുതേ എന്നൊരു നിലവിളി കേൾക്കുന്നുണ്ട്. അതൊരു അപൂർവമായ വിളിയാണ്. കാരണം കേരളത്തിൽ മൊത്തം സ്വന്തം പാർട്ടിക്കാരും നാട്ടുകാരും എതിർപക്ഷക്കാരും എല്ലാവരും പിണറായിയെ ക്രൂശിക്കൂ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിക്കുന്ന അവസ്ഥയിൽ ഒരാളെങ്കിലും വന്നുകൊണ്ട് ക്രൂശിക്കരുതേ എന്ന് വിളിക്കുന്ന ആ മഹാൻ ആരായിരിക്കും? വെള്ളാപ്പള്ളി നടേശൻ. സാക്ഷാൽ. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പിണറായിയെ ക്രൂശിക്കരുതേ എന്ന് അദ്ദേഹം പറയുന്നത് സത്യമാണ്. കാരണം പിണറായിക്ക് ഒറ്റ അവധേ പറ്റുള്ളൂ, ഈ കൂടെ കൂട്ടി പിണറായിക്ക് നേരെ വരുന്ന അമ്പുകൾ ഇയാളെ നേരത്തെ കൂടെ കൊള്ളാണല്ലോ. ഇതിപ്പോ പുള്ളി ഇങ്ങനെ പറയാൻ കാരണം ആ പാവത്തിനെ വിട്ടൊരു ഞാൻ കാരണമാണ് ഈ കുഴപ്പമെല്ലാം സംഭവിച്ചിരിക്കുന്നത് എന്നായിരിക്കാം ഒരുപക്ഷെ വെള്ളാപ്പള്ളിയുടെ ഉദ്ദേശം. യോഗനാഥൻ ഉണ്ടല്ലോ, SNDP മുഖപത്രം, യോഗനാഥത്തിന്റെ യോഗനാഥത്തിൽ ഇപ്പൊ വെള്ളാപ്പള്ളിയുടെ ചിത്രങ്ങളും അദ്ദേഹത്തിന്റെ വാർത്തകളും മാത്രമാണ് സാധാരണ വായിക്കാറുള്ളതാണ്. സ്വാഭാവികമാണ്. നേരത്തെ നല്ല പുസ്തകമായിരുന്നു, അത്യാവശ്യം നന്നായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. യോഗനാഥ് ഏതായാലും ഇപ്പോ ഒരു വഴിക്കായി. എന്താണെങ്കിലും വെള്ളാപ്പള്ളി പറയുന്നത് പിണറായി അതിനു മുമ്പ് ക്യാപ്റ്റൻ എന്ന് വാഴ്ത്തി പിന്നെ അദ്ദേഹത്തിനെ കൊണ്ടു നടന്നു. എന്നിട്ട് ഒറ്റ തോൽവി വന്നപ്പം എല്ലാവരും കൂടെ അങ്ങേരെ എടുത്തിട്ട് ചവിട്ടിക്കൂട്ടുകയാണ്. ഇത് ഒരിക്കലും നന്നായിട്ടുള്ളൊരു കാര്യമില്ല. പരാജയത്തിന്റെ ഉത്തരവാദിത്വം എല്ലാവർക്കും കൂടെ. സ്വാഭാവികമാണ്, പറയുന്ന ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അതിൽ ഒരാൾ കൂടുതലാണ്. ക്യാപ്റ്റൻ ആണല്ലോ. ക്യാപ്റ്റൻ മാത്രമല്ല, ഫുട്ബോൾ കളിയിൽ പരാജയപ്പെട്ട ആദ്യം ക്യാപ്റ്റനാണ് ഉത്തരവാദിത്വം. മാത്രമല്ലെന്നേ, ഇത് പരാജയത്തിന്റെ ഉത്തരവാദിത്വം കംപ്ലീറ്റ് ക്യാപ്റ്റനാണ്. കാരണം ഇയാളുടെ തല മാത്രമേ ഉള്ളായിരുന്നു ഫ്ലെക്സിനകത്ത്. അത് എല്ലായിടത്തും ഞാനുണ്ടെന്നല്ലേ പറഞ്ഞു. എനിക്ക് ബദൽ ആരാടാന്നല്ലേ ചോദിച്ചത് ഈ ഫ്ലെക്സ് ബോർഡിൽ. അതെ മണ്ണിലും പിന്നിലും തൂണിലും തുരുമ്പിലും എല്ലാം പുള്ളി ഉണ്ടായിരുന്നു. എവിടെടാ അതിന്റെ ദൈവം എന്ന് ചോദിച്ച് ഹിരണ്യകശിപു നരസിംഹത്തോട് പിന്നെ ഇദ്ദേഹത്തോട് എന്താ പ്രഹ്ലാദനോട് ചോദിച്ചതുപോലെ ഇദ്ദേഹം വെള്ളാപ്പള്ളി നടേശന്റെ ദൈവം ഈ പിണറായി വിജയന്റെ ദൈവം വെള്ളാപ്പള്ളി നടേശൻ, രണ്ടുപേരും ഒക്കച്ചെങ്ങായിമാർ രണ്ടും കൂടി ഒരു പാർട്ടിയെ ഒരു സർക്കാരിനെയും ഒരു വിധത്തിൽ ഒരു നിലയ്ക്കാക്കി. വെള്ളാപ്പള്ളി പിണറായി ക്രൂശിക്കരുതേ എന്ന് പറയുമ്പോഴേ ഈ വാഴയെ നനയ്ക്കുമ്പോൾ താഴെ നിൽക്കുന്ന എന്താണ് ചീരയും കൂടെ നനയ്ക്കുമെന്ന് പറഞ്ഞ പോലെയാണ്. അതായത് നനയ്ക്കുമ്പോഴേ അപ്പം ഞാനിവിടെ ഉണ്ട്. കാരണം ഇയാളെ പിണറായിയെ കൊണ്ട് കുഴിച്ചടിച്ച ഞാനിവിടെ നിൽക്കുന്നത്, അതുകൊണ്ട് എൻ്റെ നേരെ ഉള്ള ആക്രമണം കൂടെ ഒന്ന് കുറയ്ക്കണേ എന്നുള്ളതിൻ്റെ അർത്ഥം. എന്നിട്ട് പുള്ളി അതിന് കണ്ടുപിടിച്ചിരിക്കുന്ന വേറൊരു വിചിത്രമായ കാരണം CPI-ക്കാരുടെ അനാവശ്യത്തിലുള്ള ഇടപെടൽ തോൽവിക്ക് കാരണമായി. CPI-ക്കാരുടെ പുള്ളി പണ്ട് ഒത്തിരി വിരോധമുണ്ടെന്നോ? CPI-ക്കാർ അതെങ്ങനെയാണ് CPI-യുടെ അനവസരത്തിലുള്ള ഇടപെടൽ? അതായത് സർക്കാരിൻ്റെ PM ശ്രീ പോലെയുള്ള പദ്ധതികളിൽ LDF സർക്കാരിൻ്റെ നയം വ്യതിചലിച്ച് അതിൽ നിന്ന് ആരും അറിയാതെ അതിൽ പോയി ഉപ്പിട്ടിട്ട് വന്നപ്പോൾ അവർ ചില കടുംപിടുത്തങ്ങൾ പിടിച്ചു. CPI-യുടെ ചില കടുംപിടുത്തങ്ങളുണ്ടായി. ആ കടുംപിടുത്തത്തിന് എന്നെ ആയുസുണ്ടായിരുന്നു. എന്നിട്ട് ഇവരെ മൈൻഡ് ചെയ്തു. ആരും മൈൻഡ് ചെയ്യാൻ CPI-ക്കാർ പറഞ്ഞ ആരെങ്കിലും ഈ പിണറായി വിജയൻ ആരെങ്കിലും മൈൻഡ് ചെയ്യും? LDF യോഗത്തിൽ ആപ്പടെ വാതിറക്കാൻ അവിടെ അവസരം കൊടുക്കുന്ന CPI-ക്കാണ്. അതുപോലും ആവശ്യത്തിനുള്ള കാര്യങ്ങൾ മാത്രം. അതല്ലാതെ അവരെ വിമർശിക്കാനും ചോദ്യം ചെയ്യാനും ഒക്കെ ഇറങ്ങിയാൽ പിന്നെ അത് നേരത്തെ വെളിയമാർക്കോനും CK ചന്ദ്രപ്പനൊക്കെ പോലുള്ള നേതാക്കന്മാരുണ്ടായിരുന്ന കാലത്ത് അവർ തിരിച്ച് പറയുമായിരുന്നു. കാരണം പിണറായി വിജയനേക്കാൾ എത്രയോ പ്രഗത്ഭരും സീനിയേഴ്സുമാണ് അവർക്ക് പറയാനുള്ള അവകാശമുണ്ട്. ഇപ്പം അങ്ങനെയല്ല. പിണറായി വിജയൻ പറയാം ശരി മതി, ഞാൻ കേട്ടു, ഇനി കൂടുതൽ വിശദീകരിക്കേണ്ടെന്ന് പറഞ്ഞാൽ തീർന്നു. ആ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ നേരത്തെ പറയണമായിരുന്നു, ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ വന്ന് പിണറായി വിജയൻ്റെ മുന്നിലോട്ടോ അല്ലെ CPM-കാരുടെ മുന്നിലോട്ടോ ഇത് എഴുതിയിട്ടിട്ടൊരു കാര്യമില്ല. ലേഖനത്തിൽ പറഞ്ഞ കണ്ടോ, അതായത് പാർട്ടി ജനങ്ങളിൽ നിന്ന് അകന്നുപോയി. അത് സന്ദേശം സിനിമയിൽ എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്ന് പറയുമ്പോൾ ഒരാൾ പറയുമല്ലോ, ജനങ്ങളുമായിട്ട് ബന്ധം നഷ്ടപ്പെട്ടാണ്. അതെ, പാർട്ടി ജനങ്ങളിൽ നിന്നാകുന്നു. എല്ലാവരും സ്വത്ത് സമ്പാദനം ലക്ഷ്യം വെച്ചു. പുള്ളിക്ക് അങ്ങനെ ഒരു ലക്ഷ്യമില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് നന്നായിട്ട് വിമർശിക്കാം. ഇല്ല. അപ്പം അദ്ദേഹം ഈ ജോലി തേടി വരുന്ന പാവങ്ങൾക്കൊക്കെ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടാണ് നിയമനം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ 1 കോടി 10 ലക്ഷം ഒക്കെ മേടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തല ഇടുത്തി വീഴുമെന്നാണ് പുള്ളി പറയുന്നത്. കാരണം അങ്ങനെ ഒരു സംഭവമേ ഇല്ല. സ്വന്തം സമുദായക്കാരനാണെങ്കിൽ 5 ലക്ഷം കൂടുതൽ കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെ, അങ്ങനെ തന്നെ വരുന്നുണ്ട്. അപ്പം ഈ അല്ലാത്ത സമുദായക്കാർ വന്നാൽ അവർക്ക് കൊടുക്കും. കാരണം എന്താ വെച്ചാൽ കാശുമായിട്ട് ആര് വരുന്നോ ഞാൻ അവർക്ക് കൊടുക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. അപ്പം അദ്ദേഹം പറഞ്ഞതാണ് ഈ സ്വത്ത് സമ്പാദനത്തിലും അഴിമതി നടത്തുന്നതിലുമായി ഇവരുടെ ശ്രദ്ധ. പിന്നെ ഇവിടുത്തെ യുവജന സംഘടനകൾക്കും വിദ്യാർത്ഥി സംഘടനകൾക്കും LDF-ൻ്റെ അതായത് DYFI-ക്കും SFI-ക്കും ധാർഷ്ട്യം, അഹങ്കാരം, അക്രമവാസന ഇതെല്ലാം ഉണ്ടായി. ഇതെല്ലാം കാരണം കണ്ടുപിടിക്കണം അദ്ദേഹം തന്നെ. ഇതൊന്നും ഞാനല്ല എന്നെ കൂടെ കൊണ്ട് നടന്നുകൊണ്ടല്ല. അദ്ദേഹം ഓരോ ന്യായങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ കാര്യം ചെന്നാൽ DYFI-ക്കും SFI-ക്കൊക്കെ പറയുന്നത് SNDP യൂത്ത് മൂവ്മെൻറ്റ് പ്രവർത്തകരെ അദ്ദേഹം കളത്തിൽ ഇറക്കുമോ ഭാവിയിൽ? എന്നാൽ യൂത്ത് മൂവ്മെൻറ്റിൻ്റെ ഭാരവാഹികളോട് സമരം ചെയ്യാൻ വന്നിരുന്നു ഓർമ്മയുണ്ട് നമ്മുടെ ഓഫീസിന്. മിനിമം പ്രായം 70 ദിവസമായിരുന്നു കണ്ട കാഴ്ചയല്ലേ. പിണറായിക്ക് വേണ്ടി വെള്ളാപ്പള്ളി നടേശൻ ആഞ്ഞ് കരയുകയാണ്. നമുക്കറിയാം ഈ ഇലക്ഷൻ്റെ തലേന്ന് വരെ
തലേന്നായപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് തോന്നി ഭരണം പോകും, കോൺഗ്രസ് കയറുമെന്ന്. അപ്പോൾ ചെറിയ തോതിലൊക്കെ കോൺഗ്രസിനെ പുകഴ്ത്തിയെങ്കിലും അദ്ദേഹം അതിനകത്ത് പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു, എനിക്ക് താല്പര്യം വെള്ളാപ്പള്ളി വരുന്നതാണ്, കോൺഗ്രസ് ജയിക്കും, പക്ഷേ പിണറായി വരുന്നതാണ്, എനിക്ക് താല്പര്യം പിണറായി വരുന്നതാണെന്ന് ഒരു പ്രസ്താവന അത് നടത്തിയിരുന്നു. അല്ല, താല്പര്യമൊക്കെ ആർക്കും ഉണ്ടാവല്ലോ, മനുഷ്യർക്ക് ആര് വരണമെന്നുള്ള താല്പര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷെ എന്നാലും ഇത്രയും ഒരു അടി കിട്ടുമെന്ന് വെള്ളാപ്പള്ളി വിചാരിച്ചിട്ടില്ല. ഇനി എങ്ങനെ സമസ്താപരാധം പറഞ്ഞ് സ്വന്തം തടി രക്ഷിക്കുക, ഒപ്പം പിണറായി എൻ്റെ സഹായം സ്വീകരിച്ചു പോയി എന്നുള്ള ഒറ്റ കുറ്റം കൊണ്ട് ഇത്രയും വലിയ ദുരന്തത്തിലേക്ക് എടുത്തിയാടി പിണറായിയെ രക്ഷിക്കുക എന്നുള്ളത്, നമ്മളൊരാളിനെ ഉപദേശിച്ച് അയാളെ കൊണ്ട് കുഴി ചാടിച്ചാലേ മനുഷ്യനാണെങ്കിൽ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് ചെറിയ കുറ്റബോധം കാണും. ഞാൻ പറഞ്ഞതും കേട്ടോണ്ടാണല്ലോ ഇറങ്ങി പുറപ്പെട്ടാൽ, അത് തന്നെയായിരിക്കും ഇപ്പോൾ വെള്ളാപ്പള്ളിക്ക് സംഭവിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞതും കേട്ടോണ്ടാണല്ലോ പിണറായി ഓരോന്ന് ഇറങ്ങി പുറപ്പെട്ട് ഇമ്മാതിരി ഇപ്പോൾ ഒരു പാർട്ടിയെ തന്നെ ഇല്ലാതാക്കി എന്നുള്ളതിൽ അയാൾ ചിന്തിക്കും. അല്ലെ, പിണറായിയെ ദ്രോഹിക്കരുത്. പിണറായി ഒരു ക്യാപ്റ്റനായിരുന്നു, അദ്ദേഹം ഒറ്റക്കെട്ടായിട്ട് പാർട്ടിയെ നയിച്ചു, അന്ന് എല്ലാവരും കൂടെ നിന്നേച്ചു. ഇപ്പോൾ അങ്ങേരെ തോറ്റതിന് പിന്നാലെ അങ്ങേരെ എടുത്ത് ഇങ്ങനെ എറിയുന്നത് ശരിയല്ല. അദ്ദേഹം കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്, ഇനിയും ഒരു തവണ കൂടെ മുഖ്യമന്ത്രി ആകണം എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ എത്ര വയസ്സാവും അദ്ദേഹത്തിന്? 82, 57, 90-95 വയസ്സ് വരെയൊക്കെ മുഖ്യമന്ത്രി ആയിട്ടിരിക്കണം. അത്രയും നാൾ ഇദ്ദേഹത്തിന് ഇവിടെ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കണം, ഇതെല്ലാം ഇത് ഏറ്റെടുക്കണം. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിണറായിയെ ക്രൂശിക്കരുത് എന്നുള്ള ഒഴിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ കറക്റ്റാണ് പാർട്ടിയെ സംബന്ധിച്ച്. അത് എല്ലാവർക്കും ഈ നാട്ടിൽ എല്ലാവർക്കും അറിയുകയും ചെയ്യും, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞത് ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം. ആ ബോധം ഉള്ളിലുള്ളത് കൊണ്ട് തന്നെയാണ് അവർ പിണറായി വോട്ട് ചെയ്യാതെ തുരത്തി വിട്ട് കണക്ക് പുറത്തെന്ന് പറഞ്ഞത്. പിണറായി ക്രൂശിക്കപ്പെടുക തന്നെ ചെയ്യും. കാരണം എന്താണ്? അയാളായിരുന്നു എല്ലാം. സ്വാഭാവികമായിട്ടും അയാൾക്കാണ് ഉത്തരവാദിത്വം. അതിനകത്ത് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ എല്ലാം ഓൾ ഇൻ ഓൾ പിണറായി വിജയനായിരുന്നു. LDF അല്ലാതെ മറ്റാര് എന്നായിരുന്നു ചോദ്യം. അപ്പോൾ ആ ചോദ്യം ഉന്നയിച്ച് കേരളത്തിന്റെ ക്യാപ്റ്റനാണ് വീണ്ടും മുഖ്യമന്ത്രി പിണറായി 3. പിണറായി സർക്കാർ എന്ന ലേബലിലാണ് ഇവർ അറിയപ്പെട്ടത്. അല്ലാതെ കേരളത്തിന്റെ സർക്കാരെന്നോ അല്ലെങ്കിൽ LDF സർക്കാരെന്നോ അല്ല, പിണറായി സർക്കാർ. കുറച്ചാൾ മുമ്പ് ലെബനനിൽ ഹസൻ നസറുള്ള എന്ന് പറഞ്ഞുകൊണ്ട് ഹിസ്ബുള്ളയുടെ വലിയൊരു നേതാവ് ഉണ്ടായിരുന്നു, തീവ്രവാദ നേതാവ്. ഇവർ ആസ്ഥാനം അറിയില്ല ലെബനനിലാണ്. ബെയ്റൂട്ട് നഗരത്തിൽ എവിടെ നോക്കിയാലും ഇയാളുടെ ഫ്ലക്സ് ബോർഡിനെ കാണുമായിരുന്നു. നമ്മുടെ പിണറായിയുടെ ഫ്ലക്സ് ബോർഡ് അതേ സൈസിലാണ് കാണുമായിരുന്നത്. ഈ ഹസൻ നസറുള്ള ഈ ഇസ്രായേൽ കൊന്നു, എന്നിട്ട് ഇപ്പോഴും ബോർഡിൽ അവിടെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇടയ്ക്ക് നാട്ടുകാർ ഇറങ്ങി ബോർഡെല്ലാം അടിച്ചടിച്ച് ദൂരെ ഇറങ്ങി അവിടെ. കാരണം ലെബനിലെ ജനങ്ങൾ ഇയാളെ കൊണ്ട് പുറത്തുമുട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ അത് കാണുമ്പോൾ ഞാൻ ഓർക്കായിരുന്നു, ഇങ്ങനെ ഒരുപക്ഷെ അവർക്ക് പ്രചോദനം കിട്ടിയ അവിടെ നിന്നാണെന്നൊരു സംശയമുണ്ട്. കാരണം ഇത്തരം മുട്ടിന് ഇത്രയും വലിയ ഫ്ലക്സുകൾ, ഇത്രയും വലിയ ബോർഡുകൾ നമ്മൾ ക്യാപ്റ്റൻ വെച്ച അതേ സൈസിലാണ് ഇരിക്കുന്നത് അവിടെ. അപ്പോൾ ഈ വെള്ളാപ്പള്ളി പറയുന്നത് ഒരർത്ഥവും ഇല്ല. LDF അല്ലാതെ മറ്റാരും, ഞാനല്ലാതെ വേറെ ആരെന്നുള്ള ചോദ്യത്തിനകത്ത് LDF എന്ന് ചേർത്തതേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഫുൾ ഫിഗർ എല്ലാം പുള്ളി ഏറ്റെടുത്തു. ആ സ്ഥിതിക്ക് അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പിണറായി വിജയൻ തയ്യാറാകണമായിരുന്നു. അതാണ് ആണത്തം. അയാളിപ്പോൾ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത് കൂട്ടുത്തരവാദിത്തമാണെന്നും പറഞ്ഞു. അങ്ങനെയാണല്ലോ ജയിച്ചായിരുന്നെങ്കിൽ എൻ്റെ മിടുക്കാണ്, എൻ്റെ മിടുക്കാണ്. തോറ്റു കഴിഞ്ഞപ്പം കൂട്ടുത്തരവാദിത്തമായി. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പായി, ഈ ഒക്കച്ചങ്ങായിമാർ ഏറ്റവും അടുത്ത ഒക്കച്ചങ്ങായിയാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹം പതുക്കെ പാലം ചവിട്ടുവാണ് അപ്പുറത്തോട്ട്. എന്താണെന്ന് ചോദിച്ചാൽ അയാളുടെ തടി സംരക്ഷിക്കണം. ജയിലിൽ കിടക്കാൻ വയ്യല്ലോ, ജയിലിൽ കിടക്കാൻ ആഗ്രഹിക്കും. ജയിലിൽ കിടക്കാതിരിക്കാൻ ഉള്ള വഴി കേന്ദ്രത്തിന്റെ വഴി നോക്കിക്കോളും. സ്വന്തം വഴി ഞാൻ തന്നെ നോക്കേണ്ടത്. ഏതായാലും മകനെ പറഞ്ഞേച്ച് രമേശ് ചെന്നിത്തലയ്ക്കും VD സതീശനൊക്കെ ബൊക്കെ കൊടുത്തതിലൂടെ ഇവർ ബൊക്കെ നയതന്ത്രം നമ്മൾ ഇപ്പം നരേന്ദ്രമോദി വിദേശത്ത് കാർ നയന്ത്രം ചോക്ലേറ്റ് നയതന്ത്രം എന്ന് പറയുന്നത് പോലെ ഒരു ബൊക്കെ നയതന്ത്രമാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി കുടുംബം വയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇത് എവിടെ നിന്ന് നിൽക്കുമെന്ന് അറിയില്ല. ഏതായാലും നമുക്ക് നോക്കാം ഈ വെള്ളാപ്പള്ളിയുടെ ഈ യോഗനാഥത്തിലൂടെയുള്ള ആഹ്വാനത്തിന് സ്വന്തം സമുദായത്തിൽപ്പെട്ടവർ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം.